എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തുവരയും അതുപോലെ ചക്കക്കുരുവും ചേർത്തിട്ടുള്ള ഒരു കറിയാണ് വെക്കുന്നത്. ഈ കാവുട്ടൻ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറികളിലൊന്നാണ് തുവരയും ചക്കക്കുരുവും. അപ്പോൾ ചക്കക്കുരു ഇല്ലാത്ത സമയത്ത് തുവര മാത്രമായിട്ടും വെക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ ചക്കക്കുരു ഉള്ളത് കൊണ്ട് ഇഷ്ടപ്പെട്ട ആ കറി തന്നെ അതുപോലെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചക്കക്കുരു ചുരണ്ടി വൃത്തിയാക്കുന്നതിന് പകരം ഞാനിങ്ങനെ കല്ലിലിട്ട് ഇടിച്ചിട്ടാണ് എടുക്കുന്നത്. ഇടിച്ചിട്ട് നമുക്കിത് വെള്ളത്തിലിട്ട് വൃത്തിയാക്കി എടുക്കാം. കുക്കറിനകത്താണ് വെക്കുന്നത്, അതുകൊണ്ട് ഇടിച്ചെടുത്താൽ മതിയാവും. ഇടിച്ചിട്ട് നമുക്കിത് വെള്ളത്തിലിട്ട് നല്ല തോലെല്ലാം മാറ്റി വൃത്തിയാക്കി എടുക്കാം. അതുപോലെ തന്നെ തുവര നമ്മൾ ഒന്നുകിൽ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കുക, അല്ലെങ്കിൽ 2-3 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെക്കണം, ഒന്ന് പൊതിരാൻ വെക്കണം തുവര. സാധാരണ ഇവിടെ അമ്മയെല്ലാം കറി വെക്കുന്ന സമയത്തെ ഇത് മണ്ണിൻ്റെ ചട്ടിയിലാണ് തുവരയും ചക്കക്കുരുവും കൂടി കറി വെക്കുന്നത്. ഞാൻ പിന്നെ ഇച്ചിരി എളുപ്പത്തിൽ വെക്കാമല്ലോ എന്ന് കരുതിയിട്ട് കുക്കറിനകത്താണ് വെക്കുന്നത്. അപ്പോൾ തുവരയും അതുപോലെ ചക്കക്കുരുവും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ആവശ്യമായിട്ട് ഒരു സവാളയും അതുപോലെ ഒരു പച്ചമുളക്, മുളക് പൊടിയും ചേർക്കുന്നതുകൊണ്ട് ഒരു പച്ചമുളക് മതിയാവും. അതുപോലെ കുറച്ച് വെളുത്തുള്ളി, ഒരു 4-5 വെളുത്തുള്ളി, അതുപോലെ കുറച്ച് കറിവേപ്പില, ഇത്രയും ഇതിനകത്തോട്ട് ഇടണം. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി അധികം വേണ്ട. എരിവ് മുന്നിട്ട് നിൽക്കുന്നത് ഈ കറീൻ്റെ ടേസ്റ്റ് കുറക്കും. അല്ലെങ്കിലും എരിവ് വേണ്ടവർക്ക് ചേർക്കാം. ഞാൻ ഇവിടെ അധികം എരിവ് ഇതിനകത്തേക്ക് ആർക്കും ഇഷ്ടമല്ല. അപ്പം ഞാൻ 1 സ്പൂണോളം മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. വെള്ളം അല്പം അധികമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചക്കക്കുരുവും തുവരയെല്ലാം കൂടി ഉടച്ച് വരുമ്പോഴേ അത് പിന്നെ ചാറില്ലാതെ ഇച്ചിരി കട്ടി പരുവത്തിലാവും. അത് പാടില്ല. അതുകൊണ്ട് വെള്ളം ഇച്ചിരി അധികമായിട്ട് തന്നെ കുക്കറിനകത്ത് വെച്ചിട്ട് ഞാൻ ഒരു 8 വിസിലടിക്കുന്നത് വരെ ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് 8 വിസിലിന് ശേഷം എനിക്കിത് ഈ ഒരു പരുവത്തിലോട്ടാണ് അത് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ചക്കക്കുരു മുഴുവനായിട്ട് ഉടയണ്ട, ചില ചക്കക്കുരു നമുക്ക് കടിക്കാനും കിട്ടണം. അപ്പോൾ നല്ലോണം പിന്നെ വെള്ളം പോലെ ചാറ് നിൽക്കാതെ ഒരു തിക്കായിട്ടുള്ള പരുവത്തിൽ ചാറ് കിട്ടുന്ന രീതിയിൽ നമുക്ക് തുവരയും ചക്കക്കുരു ഇച്ചിരി ഒന്ന് ഉടച്ചെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. ഇതിപ്പോൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഈ തുവരക്കറി ഇതുപോലെയെല്ലാം വെക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് എണ്ണയിനകത്ത് കടുകും അതുപോലെ വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ കായ്മുളകുണ്ടല്ലോ അതും കൂടി പൊട്ടിച്ചിട്ട് നമുക്കതിനകത്തേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് 2-3 അല്ലി, നേരത്തെ നമ്മൾക്ക് മറ്റേതിനകത്ത് കറി വേവിക്കുന്ന സമയത്ത് തന്നെ, പരിപ്പ് വേവുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി ഇതൊന്ന് വറുത്ത് ചേർക്കും. ഇതെല്ലാവരും തുവരപ്പരിപ്പ് വെക്കാത്തവരും മറ്റ് ജില്ലക്കാർ ഇത് കിട്ടുവാണെങ്കിൽ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇത് പ്രധാനമായിട്ട് ചോറിൻ്റെ കൂടെ ഈ തുവരക്കറിയും പപ്പടവും, അതാണ് ഏറ്റവും എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്.